ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എൻട്രീസിൽ ഒരുപാട് ട്രാപ്പ് ആവുന്നുണ്ടെന്നും 1 മിനിറ്റ് വളരെയധികം ടഫാണ്. തൊട്ട് ഹയർ ടൈം ഫ്രെയിമിലേക്ക് എങ്ങനെ എൻട്രി പ്ലാൻ ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരുമെന്ന് ചോദിച്ചിട്ട് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞിരുന്നത് 3 മിനിറ്റിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ തന്നെ വെച്ചിട്ട് എങ്ങനെ നല്ല ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ള കാര്യമാണ് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. അതും ട്രാപ്പുകൾ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള കാര്യം. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ. നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിത് അധികം മുന്നേ ഉള്ളൊരു ചാറ്റിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ചാറ്റിൽ തന്നെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ എൻ്റർ ചെയ്യുവാണെങ്കിൽ ഒരു ട്രെൻഡ് കൺഫേം ആണ്. നമുക്ക് ട്രെൻഡ് നിർബന്ധം, എന്നാലേ കണ്ടിന്യൂവേഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഒരു മാർക്കറ്റ് അപ്സൈഡിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്വിംഗ് ഹൈ ആയിരിക്കും. നമ്മൾ ഈ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്താൽ അതൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു രീതി വെച്ചായിരിക്കും നമ്മൾ 1 മിനിറ്റിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. 3 മിനിറ്റിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കൺഫർമേഷൻ കൂടുതൽ വേണ്ടി വരും. അതേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു പോയിന്റിനെ ഒന്ന് ബ്രേക്ക് ചെയ്തു. ഇത് സിംഗിൾ റിജക്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് വർക്കാവുന്നുണ്ട്, മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ വർക്കാവും. 3 മിനിറ്റിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വർക്കാവുന്നത് ഒന്നിലധികം തവണ റിജക്ഷൻ കിട്ടിയ ലെവലുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു സ്വിംഗ് ഹൈ തന്നെ ഒന്നിലധികം തവണ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന പോയിന്റുകൾ വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ റീടെസ്റ്റ് എന്ന രീതിയിലും എൻട്രി പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സോൺ തന്നെ നോക്കി, ഇത് നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു കറക്ഷൻ നടത്തിയതിന് ശേഷമാണ് നല്ലൊരു മൊമെൻറ്റം വന്നത്. ഈ ഒരു പോയിന്റാണ് ചെറിയൊരു കറക്ഷന് ശേഷമാണ് നല്ലൊരു മൊമെൻറ്റം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ ഫസ്റ്റ് ടാപ്പിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ ക്യാൻഡലിൻ്റെ കൺഫർമേഷൻ നോക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലും വലിയൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും. ചെറിയൊരു 1:1 അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് വരും. സെയിം കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെതായ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാൻഡലിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളൊന്നും നോക്കാറില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും ക്യാൻഡലിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. സോ സെയിം കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രേഡ് ഇവിടുന്ന് വർക്കായിട്ടുണ്ട്. അത്യാവശ്യം ഒരു 1:2 ഒക്കെ സിമ്പിളായിട്ട് കിട്ടിയിട്ടും ഉണ്ടാവും. ട്രാപ്പ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിനെ നോക്കി, ഇപ്പോൾ ഇത് ഈ ഒരു സോണ് ഇപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഒന്നിലധികം ഇവിടെ നിന്ന് കുറേ ബയേഴ്സ് ഇവിടെ നല്ല രീതിക്ക് തന്നെ എൻ്റർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഒന്നിലധികം തവണ മാർക്കറ്റ് ഈ ഒരു പോയിന്റിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതി തന്നെ നോക്കി, ഇവിടുന്ന് താഴെ എല്ലാം ലിക്വിഡിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഒന്നിലധികം തവണ മാർക്കറ്റ് ഒരേ പോയിന്റിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ എല്ലാം ലിക്വിഡിറ്റി ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയാൽ മതി. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഞാൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെ എനിക്ക് എൻ്റെ ഹ്യൂജ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമായിരിക്കും നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സാധാരണ റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഓർഡേഴ്സ് ആക്കിയതുകൊണ്ട് ഏത് പോയിന്റിൽ വെച്ചിട്ടും അവരുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇപ്പോൾ അതായത് കാര്യങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് ഹ്യൂജ് ഓർഡേഴ്സ് വേണ്ടി വരും. അവരുടെ ഒരു ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവണമെങ്കിൽ സെയിം കാര്യം നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നിന്നെല്ലാം ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇപ്പോൾ ഇത്രയും പോയിന്റിൽ ഇവിടുന്ന് ബൈ ചെയ്തവരുണ്ട്, മാർക്കറ്റ് ഇനി അപ്സൈഡിലേക്ക് പോകുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവർ. അതുപോലെ തന്നെ ഇവിടുന്നും മേടിച്ചവരുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിലെല്ലാം മേടിച്ചവരുടെ സ്റ്റോപ്പ് ലോസ് താഴെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം സെൽ ഓർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മേടിക്കാൻ നിൽക്കുന്നവന് ഓർഡർ പെട്ടെന്ന് പ്ലേസ് അല്ലെങ്കിൽ പെട്ടെന്ന് ഓർഡർ എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ ഹ്യൂജ് ലിക്വിഡിറ്റി ആയിരിക്കും ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ഉണ്ടാവുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് ട്രാപ്പ് ആവുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള ഒരു രീതി എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്താൽ ഫസ്റ്റ് ഒരു റീടെസ്റ്റ് എൻട്രി എടുക്കുക. ഒന്നിലധികം തവണ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ട്രാപ്പ് നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അതെല്ലാ ചാർട്ടിലും നമ്മൾ കാണും. ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയാലും ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയാലും എല്ലാം അത് കാണുന്നത് തന്നെയാണ്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പുഷ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഇവിടുന്ന് അപ്സൈഡിലേക്ക് ഇത്ര ഒരു പുഷ് വന്നു. അതിനുശേഷം വീണ്ടും ഡൗൺ സൈഡിലേക്ക് വന്നപ്പോൾ വീണ്ടും ബയേഴ്സ് അപ്സൈഡിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് മേടിച്ചവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ തന്നെ ഉണ്ടാവും. ഈ ഒരു പോയിന്റിനെ ഇവർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. മനസ്സിലാവുന്നുണ്ട്, ഒരു താഴേക്ക് പ്രൈസ് പോകാതിരിക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ വരുന്ന ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് അപ്സൈഡിലേക്ക് പുഷ് ചെയ്യുന്നത്. ആ ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, അതിൻ്റെ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് ഒരു പോയിന്റിൽ ഇത് എൻട്രീസ് കൂടുതൽ ഫെയിൽ ആവാതിരിക്കാനുള്ളൊരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞുതരാം. ഇതും അതേപോലെ തന്നെ ഒരു കണ്ടിന്യൂവേഷനാണ്. സെയിം കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഒന്നിലധികം തവണ റിജക്ഷൻ കിട്ടിയ ലെവലാണ്. ഈ ഒരു പോയിന്റിൻ്റെ അടുത്തത് മാർക്കറ്റ് വീണ്ടും സെല്ലിങ് നടന്നു. അതിനുശേഷമാണ് ട്രാപ്പ് നടന്നത്. വീണ്ടും അപ്സൈഡിലേക്ക് പോകുമ്പോൾ ഇതൊരു 1 ഡയറക്ഷൻ മൂവാണ്. 1 ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മേടിച്ച ഒരാൾ ഇവിടെ പോയിട്ട് സെല്ല് ചെയ്യാനായിട്ട് നിൽക്കും. കാരണം അവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പോയിന്റിൽ ഒരു റെസിസ്റ്റൻസിൽ വെച്ചിട്ട് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനേ നോക്കുള്ളൂ. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ തന്നെ സെയിം കാര്യം ഇവിടെ ഒന്ന് റിവേഴ്സ് ആയി. അതിനുശേഷം ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എൻട്രി എടുക്കാനായിട്ട് പാടില്ല. ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടോ ക്യാൻഡിലെങ്കിലും അതിൻ്റെ മേലെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും വരുവാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ സെയിം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് വീണ്ടും വന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, ഡൗൺ. പക്ഷേ ഇവിടുന്ന് സെല്ലേഴ്സിനെ അത്ര സ്ട്രോങ് ആവാനായിട്ട് സമ്മതിക്കുന്നില്ല. ഓരോരോ പോയിന്റിൽ വെച്ചും ബയേഴ്സാണ് നല്ല രീതിയിൽ തന്നെ അപ്സൈഡിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോകുന്നത്. ഓരോരോ ക്യാൻഡിൽസിൻ്റെ ജസ്റ്റ് ഒന്ന് സ്റ്റോറി നോക്കിയാലും മതി. എഗെയിൻ നല്ലൊരു സെല്ലിങ് വരുന്നുണ്ടെങ്കിലും
പ്രൈസിനെ ഡൗൺ സൈഡിലേക്ക് പുഷ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുമില്ല. മാർക്കറ്റ് വീണ്ടും അപ്പ് സൈഡിലേക്ക് വന്നു. ഈ ഒരു പോയിന്റിൽ വേണമെങ്കിൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഈ ഒരു രീതിയിലൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ട്രേഡുകൾ വർക്കാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ബ്രേക്ക് ചെയ്തു. ഇവിടെ നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ ഇല്ല. ഇവിടുന്ന് എൻട്രി എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ട്രാപ്പായിട്ടുണ്ടാവും. ട്രാപ്പാക്കിയതിന് ശേഷമാണ് വീണ്ടും അപ്പ് സൈഡിലേക്ക് തന്നെ നന്നായി പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡൊക്കെ 3 മിനിറ്റിൽ ഇങ്ങനെയാണ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സാമ്പിളും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നെക്സ്റ്റ് ഡേയിലെ ചാർട്ടിലേക്ക് തന്നെ നേരെ പോവാം. അത് ലോജിക്കലി ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ വർക്ക് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് അതേപോലെ പഠിക്കാതെ അവിടെ വരുന്ന ലോജിക്കും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സെയിം കാര്യം ഒരു ചാർട്ടിലേക്ക് നോക്കി. സെല്ലേഴ്സ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു ചാർട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓരോരോ സെല്ലിംഗ് ക്യാനിൽ വരുന്നത് ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ക്യാനിലാണ് വരുന്നത്. ഇവിടുന്ന് ബയ്യേഴ്സ് നല്ല രീതിയിൽ അപ്പ് സൈഡിലേക്ക് പുഷ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് തന്നെ വരുന്നത്. സെല്ലേഴ്സാണ് സ്ട്രോങ് ആവുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ക്യാൻഡിൽ തന്നെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഇത്രയും നേരം ബയ്യേഴ്സ് പുഷ് ചെയ്യുന്നത്. ഇതിൻ്റെ മേലേക്കൊന്ന് കൊണ്ടുപോകാൻ പോലും പറ്റുന്നില്ല. അതിനുശേഷമാണ് സെല്ലിങ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ലോജിക്കൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് വെച്ചിട്ട് സെല്ലേഴ്സ് തന്നെയാണ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നില്ലേ? ഇവിടെ നിന്നെല്ലാം സെല്ലേഴ്സ് തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. നല്ല രീതിക്ക് തന്നെ ഡൗൺ സൈഡ് വന്നു. എഗെയിൻ ബയ്യേഴ്സ് ഇവിടുന്ന് അപ്പ് സൈഡിലേക്ക് പ്രൈസിനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ലോജിക്കലി കണക്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ബയ്യേഴ്സ് നല്ല രീതിക്ക് തന്നെ അപ്പ് സൈഡിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പ്രൈസിനെ ഡൗൺ സൈഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നില്ല. ഓരോരോ പോയിന്റ് വെച്ചും ഇവിടുന്ന് സെല്ലേഴ്സ് എന്താണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇവിടുന്ന് ബയ്യേഴ്സ് ആണ് സ്ട്രോങ് ആവുന്നത്. ഓരോരോ പോയിന്റിൽ സെല്ലേഴ്സ് സ്ട്രോങ് ആവാൻ നോക്കുന്നുണ്ടെങ്കിലും ബയ്യേഴ്സ് അതിനെല്ലാം ബീറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ ബയ്യേഴ്സ് ആണ് സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. ഈ ഒരു പോയിന്റ് വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ബയ്യേഴ്സ് ആണ് ഈ ഒരു ചാർട്ടിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ്, നല്ലൊരു റീടെസ്റ്റാണ്. ഡയറക്റ്റായിട്ട് എൻട്രി എടുത്താലും വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇത് പറയുന്നത് 3 മിനിറ്റിലാണ്. 3 മിനിറ്റിൽ എന്ന് പറയുക റൈഡ് ചെയ്ത് ഒരുപാട് കൊണ്ടുപോലും വളരെയധികം റിസ്ക് ആയിരിക്കും. പെട്ടെന്നുള്ളൊരു 1:2 ഒക്കെ നോക്കി ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ളൂ. 1 മിനിറ്റിലാണെങ്കിൽ കൂടുതലും റൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ ഈ ഒരു എക്സാമ്പിളൊക്കെയാണ് പറയാനുള്ളത്. ഇന്നത്തെ ഇതിലേക്ക് നോക്കുകയാണെങ്കിലും ഇതൊരു ബ്രേക്ക് ആയിരുന്നു, പക്ഷേ റീടെസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഡയറക്റ്റായിട്ട് തന്നെ. ഞാനിവിടെ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് റീടെസ്റ്റ് എന്ന രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാപ്പിൽ തന്നെ എൻട്രി എടുക്കുകയാണെങ്കിൽ വർക്ക് ആവാൻ സാധ്യത കൂടുതലായിരിക്കും. ഒന്നിലധികം തവണ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ W പാറ്റേണോ അല്ലെങ്കിൽ M പാറ്റേൺ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം താഴെ ലിക്വിഡിറ്റി ഉണ്ടാവും. അതെല്ലാം എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ട്രെൻഡ് ലൈൻ ഒരുപാട് ട്രാപ്പുകൾ തന്നെയായിരിക്കും കൂടുതൽ കാണാനായിട്ട് വരുന്നത്. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ ഒരു നല്ലൊരു എക്സാമ്പിളും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ഹൈ തന്നെ ഇതായിരുന്നു നമുക്ക് മെയിനായിട്ട് കിട്ടിയത്. ഈ ചാർട്ടിൽ മെയിനായിട്ട് കിട്ടിയൊരു ഹൈ എന്ന് പറയുന്നത് ഇതിന് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും മനസ്സിലാവുന്നില്ലേ? ഇവിടെ നിന്നൊരു പുഷ് വരുന്നുണ്ട്. ഇവിടെ നിന്നെല്ലാം ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ നടത്തിയിട്ട് ഒരു ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിലൊരു ഫൈറ്റ് നടത്തിയതിന് ശേഷമാണ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയത്. ഈ ഒരു പോയിന്റ് വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഫസ്റ്റ് ടാപ്പിൽ തന്നെ. അതിനുശേഷം വീണ്ടും ഇങ്ങനെ തന്നെ വന്നിവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ എൻട്രി എടുക്കാമെന്ന് ചിലപ്പോൾ കൂടുതലും ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായിരിക്കും ട്രാപ്പുകൾ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കുന്ന രീതി എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. 3 മിനിറ്റിൽ എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ലോജിക്കലായി ട്രേഡ് പ്ലാൻ ചെയ്യുക. ഒന്നിലധികം തവണ റിജക്ഷൻ കിട്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാതെ ഫസ്റ്റ് ബ്രേക്കിലൊക്കെ തന്നെ എൻട്രി എടുക്കാനായിട്ട് നോക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിലേക്കായിട്ട് ഓരോന്ന് കവർ ചെയ്ത് പോവുക. കാര്യങ്ങളൊന്നും മിസ്സായി പോകാതിരിക്കാനായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.